ധർമ്മ സംരക്ഷണത്തിനായി കൊച്ചിയുടെ ഈ മഹാനഗരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള സംപൂജ്യ സന്യാസി ശ്രേഷ്ഠരെ, വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളെ, ഹൈന്ദവ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ, ഇത് പുരുഷസൂക്തത്തിലെ ഒരു വർണ്ണനയാണ്. ഈ വർണ്ണനയെ അക്ഷരാർത്ഥത്തിൽ സാർത്ഥമാക്കിക്കൊണ്ട് സഹസ്രക്കണക്കിന് അവയവങ്ങളോടുകൂടി ഹിന്ദു സമാജദേവൻ ഇന്നിവിടെ പ്രത്യക്ഷമായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സഹസ്രം കണ്ഠങ്ങളും ഇവിടെ വിളിച്ചു പറയുന്നത് ധർമ്മരക്ഷ മമദീക്ഷ എന്ന മന്ത്രമാണ്. സനാതനധർമ്മത്തിൻ്റെ അമൂല്യ ഭണ്ഡാകാരങ്ങളെ സംരക്ഷിക്കുന്നതിന് ഓരോ കാലത്തും ജഗദീശ്വരൻ പ്രത്യക്ഷമായും മനുഷ്യരൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ കഴിഞ്ഞ 60 വർഷമായി ഈശ്വരേച്ഛയുടെ ലീലാവിലാസമാണ് അമൃതാനന്ദമയി അമ്മയിലൂടെ നിറഞ്ഞൊഴുകുന്നത്. ആ പുനീതമായ ധർമ്മസമ്പത്തിനെ അവഹേളിക്കുവാൻ വിശ്വത്തിലെ ഏത് കോണിൽ നിന്ന് ശബ്ദമുയർന്നാലും അതിനെ പ്രതിരോധിക്കേണ്ടത് ധർമ്മവിശ്വാസികളായ നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഈ ഭാരതധരിത്രിയുടെ മക്കളായ സർവോപരി ഹിന്ദുക്കളായ നമ്മുടെ കർത്തവ്യമായി കരുതിക്കൊണ്ടാണ് ഇവിടെ വന്ന ജനസാഗരം ഈ കായൽക്കരയിൽ അലയടിക്കുന്നത്. നാം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇനി ഒരു വിരലും ധർമ്മത്തിന് നേരെ ഉയരരുത്, ഒരു തൂലിക പോലും ധർമ്മവിരുദ്ധമായി ചലിക്കരുത്, ഒരു കൂട്ടായ്മ പോലും ധർമ്മത്തെ അവഹേളിക്കരുത്. ആ താക്കീത് നൽകാനാണ് ഈ സമ്മേളനം.